നാം എഴുത്തിദാലിലെ ഉള്ള സുന്നത്തുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. എഴുത്തിദാലിലെ അതിപ്രധാനമായ ഒരു സുന്നത്താണ് ഖുനൂത്ത് പാരായണം ചെയ്യുക എന്നത്. ഖുനൂത്ത് 3 വിധത്തിലാണ് ഖുനൂത്തുള്ളത്, അല്ലെങ്കിൽ 3 സന്ദർഭങ്ങളിലാണ് ഉള്ളത്. ഒന്ന്, എല്ലാ ദിവസത്തെയും സുബ്ഹിയുടെ അവസാനത്തെ റക്അത്തിലെ എഴുത്തിദാലിൽ. 2, റമദാനിലെ അവസാന 15 കഴിഞ്ഞതിന് ശേഷമുള്ള വിത്റിലെ അവസാനത്തെ എഴുത്തിദാലിൽ. ഈ 2 ഖുനൂത്തും വാരിദായ ഖുനൂത്താണ്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് സുജൂദ് ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. ഖുനൂത്ത് മാത്രമല്ല, ഖുനൂത്തിൽ നിന്നുള്ള ഒരു ഹർഫ് വിട്ടുപോയാൽ ഒരാൾ ഓതുമ്പോൾ ഇന്നക വിട്ടുപോയി, അങ്ങനെ ഒരു ഹർഫ് വിട്ടാൽ അതിന് സുജൂദ് ചെയ്ത് പരിഹരിക്കും. ഇനിയിപ്പോൾ ഒരാൾ സുജൂദ് ചെയ്തില്ല എങ്കിലും ആ നിസ്കാരത്തിന് പ്രശ്നമൊന്നുമില്ല, നിസ്കാരം സ്വന്തം തന്നെയാണ്. അതും മനസ്സിലാക്കണം. ചിലപ്പോൾ ചിലർ അങ്ങനെ മനസ്സിലാക്കും, ഖുനൂത്ത് വിട്ടുപോയാൽ സുജൂദ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിസ്കാരം പാത്തിലാണ്. അല്ല, നിസ്കാരം പാത്തിലാവുകയും. 3ാമത്തെ ഖുനൂത്ത് നാസിലത്തിന്റെ ഖുനൂത്താണ്. മുഅ്മിനീങ്ങൾക്ക് വല്ല വിപത്തും വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പൊതുവെ വരുന്ന ചില പ്രശ്നങ്ങൾ, കൊറോണ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വലിയ ഗവൺമെന്റ് അത് ഫർദ് നിസ്കാരത്തിൽ മാത്രമാണ് ഓതേണ്ടത്. അത് സുന്നത്ത് നിസ്കാരത്തിൽ ഓതാൻ പറ്റില്ല. അത് ഫർദിൽ മാത്രം. ഫർദ് എന്ന് പറയുമ്പോൾ മയ്യിത്ത് നിസ്കാരത്തിൽ പറ്റില്ല, ഫർദ് തന്നെയാണ്. അല്ലെങ്കിൽ ഒരാൾ നേർച്ചയായിട്ട് നിസ്കാരം, അത് ഫർദാണ്, അതിൽ പറ്റില്ല. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ തന്നെ ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നത് തറാവീഹ് പോലെയുള്ള വിത്ർ പോലെയുള്ള അതിലൊന്നും പറ്റില്ല. അത് ഫർദിൽ മാത്രമേ പറ്റൂ. 5 അവസാനത്തെ എഴുത്തിദാലിൽ, എല്ലാം അവസാനത്തെ എഴുത്തിദാലിലാണ് പുറത്തു. അത് മറന്നു എന്നതിന്റെ പേരിൽ സെവിന്റെ സുജൂദിക്കാരാണ്. ഇതാണ് ഖുനൂത്തുമായി ബന്ധപ്പെട്ട പ്രധാനം. ഇനി ഖുനൂത്തിന്റെ ലഫ്സ് എല്ലാവർക്കും അറിയാം. ഏത് ദുആ ചെയ്താലും ഒരു ദുആ ആയാൽ മതി, ഒരു ആയത്ത് ഓതി. അതുകൊണ്ട് ദുആ ലഭിക്കുന്നുണ്ട്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ പോലെയുള്ള അങ്ങനെ ദുആ ലഭിക്കുന്ന ആയത്ത് ഓതിയാൽ തന്നെ അസ്ലു സുന്നത്ത് ലഭിക്കും. എന്നാൽ പ്രധാനമായ ഏറ്റവും വലിയ സുന്നത്താണ് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ഹ്ദിനി എന്നാണ് ഹദീസിൽ കാണുന്നത്. ജംഅത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇമാമാവുമ്പോൾ അല്ലാഹുമ്മ ഹ്ദിനാ എന്ന് പറയണം. അതുപോലെ തന്നെ മഅമൂമാവുമ്പോൾ അല്ലാഹുമ്മ ഹ്ദിനി, അത് സ്വന്തമായി നിസ്കരിക്കുമ്പോൾ ഒറ്റ നിസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത എന്നാണ് ചൊല്ലേണ്ടത്. അതുപോലെ എല്ലാവർക്കും അറിയാം, പഠിക്കേണ്ടതാണ്. ഇതിന്റെ അർത്ഥവും ഒക്കെ പഠിക്കേണ്ടതാണ്. വളരെ ആശയവൈകല്യമുള്ളതാണ്. ഇനി ഇമാമും മഅമൂമായി നിർവഹിക്കുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഖുനൂത്ത് ഓതുന്ന അവസരത്തിൽ കൈ ഉയർത്തുക എന്നത് സുന്നത്താണ്. കൈ ഉയർത്തുന്ന അവസരത്തിൽ നമുക്ക് ചുമരിന് നേരെ ഇങ്ങനെ കൈ ഉയർത്താം. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചും കൈ ഉയർത്താം. ഉയർത്തുന്നത് കൂട്ടിപ്പിടിച്ചു പറ്റും, ഇങ്ങനെ വിട്ടിട്ടും പറ്റും. രണ്ടും സുന്നത്ത് തന്നെയാണ്. രണ്ടിനും ഒരേ പ്രാധാന്യമാണ് ഫുഖഹാക്കൾ നൽകിയിട്ടുള്ളത്. ഒന്നൊന്നിനേക്കാൾ മെച്ചം എന്ന് പറയാനില്ല. ചിലര് ഇങ്ങനെ പിടിക്കലാണ് ഏറ്റവും അഫ്ദൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനൊക്കെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാൽ അഫ്ദൽ തന്നെയാണ്. രണ്ടിനും ഒരേപോലെ കൂലി കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മള് നിസ്കാരത്തിലല്ലാത്ത സമയത്ത് പിടിക്കുന്ന അവസരത്തിൽ ദുആ ചെയ്യുന്ന അവസരം ഇങ്ങനെയാണ് പിടിക്കുന്നത്. അതാണ് ഏറ്റവും അഫ്ദൽ. നിസ്കാരത്തിലല്ലാതെ നമ്മൾ നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മറ്റെന്തിനും പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ കൈനെ കൂട്ടി പിടിക്കുക ഏറ്റവും നല്ലത് എന്ന് ഫഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലാകുമ്പോൾ പറഞ്ഞത് ഇങ്ങനെ പിടിച്ചാൽ അഫ്ദൽ എന്ന് പറഞ്ഞെടുത്ത് ചിലരൊക്കെ അതിനെതിരെ പറഞ്ഞത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് സുജൂദിന്റെ സ്ഥാനത്തേക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോ അതിനൊക്കെ വാദങ്ങളുണ്ട്. ഞാനൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത്. ഒന്ന് വിശാലമായി അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ ചില എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെ പിടിക്കുന്ന അവസരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് കാണണം എന്നില്ല, സുജൂദിലേക്ക് നോക്കുക എന്നാണ് അവർ പറഞ്ഞത്. സുജൂദിലേക്ക് നോക്കിയാൽ മതി. കാരണം ഇരുട്ടത്താണ് ഒരാൾ നിസ്കരിക്കുന്നത്. ഇരുട്ടത്ത് നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനം കാണാം, കണ്ണുകൊണ്ടനാണ് നിസ്കരിക്കുന്നത്, അയാൾക്ക് കാണും. പക്ഷെ അയാൾക്ക് നോക്കൽ സമയത്ത് നോക്കുന്നത് അങ്ങോട്ട് തന്നെയാണ്. അയാൾ ഇങ്ങനെ നോക്കാൻ പറ്റുള്ളൂ, അങ്ങനെ തന്നെ തല. അപ്പൊ ആ പൊസിഷനിലേക്ക് എത്തുക എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ പിടിച്ചാലും ആരും തിരുത്താൻ പോകണം എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടും
നല്ലത് തന്നെയാണ് എന്നാണ് ഫുഖഹാക്കൾ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്നത് കാണുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പിടിക്കൽ പിടിക്കുന്നത് സുന്നത്താണ്. ഇനി മഅ്മൂമീങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജമാഅത്തിൽ നമ്മൾ ദുആ ചെയ്യുന്ന അവസരത്തിൽ ഇമാം ദുആ ചെയ്യുന്ന അവസരത്തിൽ ആമീൻ പറയലാണ് സുന്നത്ത്. എവിടെയെല്ലാം ആമീൻ പറയണം, എവിടെയൊക്കെ കൂടെ പറയണം. ഇതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് എന്ന് തുടങ്ങുന്ന അവിടെ ആമീൻ പറയണം. ആമീൻ ഉച്ചത്തിൽ പറയണം. നേരത്തെ ഞാൻ പറഞ്ഞു ആമീനാണ് ഏറ്റവും ഉച്ചത്തിൽ പറയേണ്ടത്. ഫാത്തിഹ കഴിഞ്ഞാലും ആമീൻ ഉച്ചത്തിലാണ് പറയേണ്ടത്. മഅ്മൂമിങ്ങൾക്ക് ആകെ ഓർക്കയാക്കിയ സുന്നത്തുള്ള ചില കുറഞ്ഞ സന്ദർഭം 5-6 സന്ദർഭമാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതിലൊന്നാണ് ഖുനൂത്ത് ഓതുന്ന അവസരത്തിൽ ആമീൻ പറയുക. അപ്പോൾ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് എന്ന് പറയുന്ന അവസരത്തിൽ ആമീൻ ഉച്ചത്തിൽ പറയണം. ഏതുവരെ? സനാഇന്റെ വചനങ്ങൾ വരെ. സനാഇന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫഇന്നക തഖ്ദി എന്ന് തുടങ്ങുന്നില്ല, അതുവരെ. അത് മുതൽ പിന്നെ മഅ്മൂമീങ്ങൾ കൂടെ ചൊല്ലുകയാണ്. പക്ഷെ അതെങ്ങനെ ചൊല്ലേണ്ടത്? പതുക്കെയാണ് ചൊല്ലേണ്ടത്. എല്ലാവരും നല്ല ശബ്ദത്തിലാണ് ചൊല്ലാറുള്ളത്. അങ്ങനെയല്ല ചൊല്ലേണ്ടത്. അത് ഖിലാഫുൽ ഔലയാണ്, നല്ലതിനെതിരാണ്. അങ്ങനെയല്ല ചൊല്ലേണ്ടത്. പതുക്കെ. ഈ പതുക്കെ ഉറക്കെ എന്നതിന്റെ മാനദണ്ഡം എന്താ? പതുക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കേൾക്കാനാണ്. നമ്മുടെ ശരീരം കേൾക്കുക, അതാണ് പതുക്കെ എന്ന് പറയുന്നത്. ഉറക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെക്കാൾ അടുത്തൊരാൾ കൂടി കേൾക്കാൻ. അപ്പൊ അതവിടെ സുന്നത്തില്ലേ? സുന്നത്തില്ലാത്തത് നമ്മൾ മെല്ലെ ചില ഇമാമികൾ വരെ മെല്ലെ ചെല്ലാറില്ല. അങ്ങനെയല്ല. ഇമാം എപ്പോഴും ആദ്യം മുതൽ അവസാനം വരെ ഇമാം ഒക്കെ തന്നെ അവിടെ നിന്ന് പതുക്കെ അങ്ങനെ ഇമാം എപ്പോഴും ഉറക്കുകയാണ്. മഅ്മൂമീങ്ങൾ ആ സമയത്ത് ഇമാമിനോട് കൂടെ കൂടണം. അവിടെ ആമീൻ പറയുന്ന സമയത്ത് ഫഇന്നക തഖ്ദീമുണ്ട് വസ്വല്ലല്ലാഹു അലൈഹി. ഇനി സ്വലാത്ത് എന്ന അവസരത്തിൽ അതിലൊരു ദുആ കൂടിയാണ് എന്നതുകൊണ്ട് സ്വലാത്ത് എന്ന അവസരത്തിൽ സ്വലാത്ത് ചൊല്ലലും സുന്നത്തുണ്ട്. അതിനോട് കൂടെ അവസാനം ആമീൻ പറയുന്ന സുന്നത്തുണ്ട്. രണ്ടും സുന്നത്ത്. അപ്പൊ അവിടെ പതുക്കെ തന്നെയാണ് സ്വല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ എന്ന് പറയാം. ഇമാം അത് നിർത്തുന്ന അവസരത്തിൽ ആമീൻ എന്ന് ഉറക്കെ പറയുകയാണ്. ഇത് രണ്ടും സുന്നത്താണ്. അത് വളരെ ശ്രദ്ധിക്കണം. പതുക്കെ ആക്കേണ്ടവർക്ക് പതുക്കെ. പിന്നെ നമ്മൾ ഖുനൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയ്യെന്താ ചില ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യം. ഖുനൂത്ത് കഴിഞ്ഞതിന് ശേഷം കൈ താഴ്ത്തിയിട്ടാണ് അതാണ്. എന്നിട്ട് അതുപോലെ ചില ആളുകളുണ്ടാവും ഖുനൂത്ത് കഴിഞ്ഞതിന് ശേഷം മുഖം കഴിഞ്ഞാൽ അവർ മുഖം തുറക്കുക. അത് അവിടെ സുന്നത്തില്ല. ഖുനൂത്തിൽ സുന്നത്തില്ല. ഇതാണ് ഖുനൂത്തുമായി ബന്ധപ്പെട്ട് പ്രധാനമായി മനസ്സിലാക്കുന്നത്. അപ്പോ ഖുനൂത്തിലല്ല ഇജ്തിഹാദിൽ പ്രധാനമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യമാണ്. മിക്ക ആളുകളും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് അങ്ങനെ ഉണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കും. ഇപ്പോ റുകൂഇൽ നിന്ന് ഉണരുന്ന അവസരത്തിൽ ഉയരുന്ന അവസരത്തിൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഹുസൈൻ ബോൾട്ടൊക്കെ അങ്ങനെ ഓടാൻ വേണ്ടി വാമപ്പ് ചെയ്യുമല്ലോ ആളുകൾ അല്ലേ? സത്യം ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചാൽ മതി. ഞാൻ തമാശ പറയുന്നത് ഇങ്ങനെ മത്സരാകുന്നതിന് വേണ്ടിയാണ്. പല ആളുകളും 4-5 കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞില്ല, അവരുടെ നിസ്കാരം ബാക്കിയില്ല. വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ എന്താ? റുകൂഅ് കഴിഞ്ഞതിന് ശേഷം സമിഅ അല്ലാഹു ലിമൻ ഹമിദ വളരെ സൈലന്റ് ആയിട്ട് ആ കയ്യിൽ പോയി അവിടെ നിൽക്കണം. വളരെയധികം ശ്രമകരമാണത്. അത് നമ്മളെ ശീലിച്ചതുകൊണ്ട് വീണ്ടും ഉണ്ടാവും. എങ്കിലും അത് തെറ്റ് തിരുത്തണം. നിസ്കാരം നമുക്ക് തെറ്റൊക്കെ തിരുത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾ പറഞ്ഞു കേട്ടതൊക്കെ നീ സ്വീകരിക്കണേ. പറയുന്നതൊക്കെ ജീവിതത്തിൽ പകർത്തി വിവാദങ്ങളൊക്കെ കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് റഹ്മാനായ റബ്ബേ, നിങ്ങളുടെ അപാകതകളൊക്കെ നീ പരിഹരിച്ചു തരണേ. അല്ലാഹ് വിവാദങ്ങളൊക്കെ സ്വീകരിക്കണേ. അല്ലാഹ് നിങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ. റഹ്മാൻ ഒരു ഖബർ വിശാലമാക്കണേ. അല്ലാഹ് ഒരു മഗ്ഫിറത്ത് റഹ്മത്ത് നൽകണേ. അല്ലാഹ് അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അല്ലാഹ് വരെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ. അല്ലാഹ് പടച്ചോനെ, ഞങ്ങൾക്ക് മരണം ഫേറാകുന്ന സമയത്ത് ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ. അല്ലാഹ് സൂഉൽ ഖാത്തിമത്തിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളിൽ നിന്ന് അവരേഖനയ
അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇല്ലത്തിലാക്കല്ലേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ വിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ലേ അല്ലാഹ്. വരുന്ന ദിവസങ്ങളൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് അല്ലാഹുവേ. ലൈലത്തുൽ ഖദറൊക്കെ സ്വായത്തമാക്കുന്നവരിൽ നേടിയെടുക്കുന്നതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഇന്നത്തെ ദിവസം ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങൾ വ്യാപൃതരാവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്ന് ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ ഞങ്ങളുടെ ദുആ സ്വീകരിച്ച് അല്ലാഹുവേ അതെല്ലാം തട്ടിക്കളയണേ അല്ലാഹ്. റബ്ബനാ